എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജിന്യ. ചർമ്മം നല്ല ഉറച്ചതും അതുപോലെ നല്ല ഗ്ലോയ് ഉള്ളതും നല്ല ക്ലിയറും ആയിരിക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ഒരു കിഡിലൻ ഫേസ് മാസ്കുമായിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഫേസ് മാസ്ക് തയ്യാറാക്കുന്നതെന്നും അതിന്റെ ചേരുവകൾ എന്തെല്ലാമാണെന്നും അതെങ്ങനെ ഉപയോഗിക്കാമെന്നും വീഡിയോ കാണും. ചർമ്മം ടൈറ്റ് ചെയ്യാനും അതുപോലെ ക്ലിയർ ആകാനുമുള്ള ഈ ഫേസ് മാസ്ക് തയ്യാറാക്കാൻ എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് നോക്കാം. കാപ്പിപ്പൊടി ചർമ്മം ചുളിവുകളൊക്കെ മാറി യുവത്വമുള്ളതായിരിക്കാനായിട്ട് സഹായിക്കും. ആക്നെയ്ക്കും കറുത്ത പാടുകൾ മാറുന്നതിനും കാപ്പിപ്പൊടി ഒരു നല്ല പരിഹാരമാണ്. അതുപോലെ ചർമ്മകാന്തി വർദ്ധിക്കാനും കാപ്പിപ്പൊടി സഹായിക്കും. ഇനി വേണ്ടത് കറ്റാർവാഴ ജെല്ലാണ്. ചർമ്മം ഉറച്ചതാകാനായിട്ട് ഇത് സഹായിക്കും. ചർമ്മത്തിന്റെ ഈർപ്പം നിലനിർത്താനും സൂര്യതാപം മൂലമുള്ള പ്രശ്നങ്ങൾ മാറാനും ഇത് സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ ചർമ്മത്തിന് ഒരു പുനരുജ്ജീവനം നൽകുന്നതിന് കറ്റാർവാഴ ജെൽ നല്ലതാണ്. ഇനി വേണ്ടത് തേനാണ്. ചർമ്മത്തിലെ വരകളും ചുളിവുകളും ഒക്കെ മാറുന്നതിന് തേൻ നല്ലതാണ്. തേൻ ഉപയോഗിച്ചുള്ള ഫേസ് പാക്ക് ചർമ്മത്തെ ടൈറ്റ് ആക്കുകയും തിളക്കം തരികയും ചെയ്യും. അതുപോലെ തന്നെ ചർമ്മത്തെ നല്ല ഈർപ്പമുള്ളതായി നിലനിർത്താനും തേൻ നല്ലതാണ്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഏകദേശം 1 ടീസ്പൂണോളം കാപ്പിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂണോളം കറ്റാർവാഴ ജെല്ല് നമുക്ക് ചേർത്ത് കൊടുക്കാം. കറ്റാർവാഴ ജെല്ല് 1 ടേബിൾ സ്പൂൺ എടുക്കുന്നതിലും കുഴപ്പമില്ല. നമുക്ക് മാസ്ക് ആണ് വേണ്ടത്. അതിന് നന്നായിട്ട് കറ്റാർവാഴ ജെല്ല് അധികമായിട്ട് വേണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം തേൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേൻ കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കണം. നമുക്കിവിടെ നമ്മുടെ ഫേസ് മാസ്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് മുഖം നല്ല വൃത്തിയായി കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് മാസ്ക് ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കട്ടി കുറഞ്ഞ ലെയറായിട്ടാണ് ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. മുഖത്തെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് മുഖത്ത് ഉണങ്ങാനായിട്ട് വെക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് ചർമ്മത്തിൽ നിന്ന് വിട്ടുപോരുന്ന ഒരു പാകത്തിനാവുമ്പോൾ നമുക്കിത് മുഖത്ത് നിന്ന് കഴുകി മാറ്റാം. ചർമ്മത്തിൽ നിന്നും അത് കഴുകി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ചെറുതായിട്ടൊരു ടർക്കിയോ ടവലോ ഉപയോഗിച്ച് ഒന്ന് തുടച്ചു കൊടുക്കാം. ഒരുപാട് റഫായ രീതിയിൽ തുടച്ചു കൊടുക്കാതിരിക്കുക, അത് ചർമ്മത്തിന് കേടാണ്. ചെറിയൊരു മാറ്റം മനസ്സിലാകുന്നുണ്ടാകുമല്ലേ? നമുക്കത് മുഖത്ത് ഫീൽ ചെയ്യാനായിട്ടാകും. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.